ക്ഷേത്രസന്നിധി. നമസ്കാരം. നിലവിളക്ക് മൾട്ടി സോർട്ടെക്സ് റൈസ് അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രസന്നിധി. എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ നിന്നും 9 കിലോമീറ്റർ കിഴക്ക് മാറിയും ആദിശങ്കരന്റെ ജന്മഭൂമിയായ കാലടിയിൽ നിന്ന് 4 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയും മഞ്ഞപ്ര എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രം. നിരവധി പ്രത്യേകതകളും സവിശേഷതകളും നിറഞ്ഞ ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 1000-ലേറെ വർഷത്തെ പഴക്കം കണക്കാക്കപ്പെടുന്നു. കലിയുഗവരദനും ഹരിഹരപുത്രനുമായ സാക്ഷാൽ ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ദിവ്യദർശനത്താൽ ശബരിമല ആലങ്ങാട്ട് യോഗം പെരിയോനായിരുന്ന അമ്പാടത്ത് കാരണവർക്ക് ശാസ്താവ് അനുഗ്രഹിച്ചു നൽകിയ ദിവ്യശില സ്വയംഭൂവായി മാറി പ്രസിദ്ധമായി തീർന്ന പുണ്യക്ഷേത്രമാണ് ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രം. ശാസ്താവിൻ്റെ അവതാരമായ ശ്രീ അയ്യപ്പനെ കിഴക്കോട്ട് ദർശനമായി ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രധാന പ്രതിഷ്ഠയെ കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിൻ്റെ കന്നിമൂലയിൽ ചെറിയൊരു ശ്രീകോവിലിൽ ഗണപതിയെയും മഹാദേവനെയും ദുർഗാദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ശ്രീകോവിലിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ഭദ്രകാളി അമ്മയ്ക്കും ശ്രീ അയ്യപ്പനും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ നൽകി വരുന്നത്. ഈ ഭദ്രകാളിക്ക് സമീപം വടക്ക് കിഴക്കേ മൂലയിൽ ഒരു നവഗ്രഹ തറയിൽ നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഖണ്ഡകർണൻ, ചാമുണ്ഡി, രക്ഷസ് എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. എല്ലാ മാസത്തിലെയും 30 ശനിയാഴ്ചകളിൽ ഇവർക്ക് നേദ്യങ്ങൾ നൽകി വരുന്നു. കരിക്കും തേനും ചേർത്ത പാനീയവും ഉഴുന്നുവടയും അന്നേ ദിവസം ഖണ്ഡകർണനും ചാമുണ്ടിക്കും നിവേദ്യമായി നൽകി വരുന്നു. അന്നേ ദിവസം രക്ഷസിന് പാൽപ്പായസ നിവേദ്യവുമുണ്ട്. നിങ്ങളുടെ മോഷണം പോയ മുതലുകൾ വീണ്ടെടുക്കുന്നതിനും ആഭിചാര ദോഷങ്ങൾ അകലുന്നതിനും ചാമുണ്ടിക്കും ഖണ്ഡകർണനും അന്നേ ദിവസം ഉഴുന്നുവട വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്രസന്നിധി. പന്തള രാജാവിൻ്റെ വളർത്തുമകനായ അയ്യപ്പൻ തൻ്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കിയ ശേഷം സായുജ്യപ്രാപ്തിക്കായി ശബരിപീഠത്തിലേക്ക് പോകുന്ന വഴി തനിക്ക് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തരണമെന്ന് പന്തള രാജാവിനോട് അപേക്ഷിച്ചു. പന്തള രാജാവ് അയ്യപ്പന് അകമ്പടി സേവിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അമ്പലപ്പുഴ യോഗത്തെയും ആലങ്ങാട്ട് യോഗത്തെയും നിയോഗിച്ചു. ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുന്ന അയ്യപ്പന് മുൻപേ അകമ്പടി സേവിക്കുവാൻ അമ്പലപ്പുഴ യോഗക്കാരെയും അയ്യപ്പന് പിൻപേ അകമ്പടി സേവിക്കുവാൻ ആലങ്ങാട് യോഗക്കാരെയും പന്തള രാജാവ് നിയോഗിച്ചു. അന്ന് അയ്യപ്പന് പിൻപേ അകമ്പടി സേവിച്ച ആലങ്ങാട് യോഗത്തിൻ്റെ മൂലക്ഷേത്രമാണ് ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രം. ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ അയ്യപ്പൻ എങ്ങനെയാണ് ദിവ്യശിലയായി വന്ന് സ്വയംഭൂവായി ഈ ക്ഷേത്രത്തിൽ കൊടികൊണ്ടത്? ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥകളിലേക്ക്. ക്ഷേത്രസന്നിധി. വളരെ പണ്ടുകാലത്ത് തിരുവിതാംകൂറിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങളുടെ എല്ലാം കരം പിരിച്ചെടുത്ത് എഴുതി തീർച്ചയാക്കുന്ന ജോലിയായിരുന്നു മഞ്ഞപ്ര സ്വദേശിയായ അമ്പാടത്ത് വീട്ടിൽ കേശവപിള്ളയ്ക്ക്. അദ്ദേഹം ആലങ്ങാട്ട് യോഗത്തിൻ്റെ പെരിയോനും ശ്രീ അയ്യപ്പൻ്റെ പരമഭക്തനുമായിരുന്നു. കേശവപിള്ള ജോലി ചെയ്തിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുതി തീർച്ചയാക്കൽ ജോലി തീർത്ത ശേഷം മാത്രമേ നാട്ടിലേക്ക് പോരുവാൻ രാജാവ് അനുവദിച്ചിരുന്നുള്ളൂ. എല്ലാ വർഷവും മുടങ്ങാതെ മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയ്ക്ക് പോകാറുള്ള ആളായിരുന്നു കേശവപിള്ള. അങ്ങനെ ഒരു മണ്ഡലകാലമെത്തി. അദ്ദേഹത്തിന് ശബരിമലയ്ക്ക് പോകേണ്ട ദിവസം വന്നപ്പോൾ ജോലി തീരാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് സമയത്തിന് നാട്ടിലെത്താൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം ബന്ധപ്പെട്ട് ജോലികളെല്ലാം തീർത്ത് നാട്ടിലെത്തിയപ്പോഴേക്കും
അദ്ദേഹത്തോടൊപ്പം പോകാൻ തീരുമാനിച്ചിരുന്ന അയ്യപ്പന്മാരെല്ലാം ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞിരുന്നു. കേശവപിള്ള വീട്ടിലെത്തിയപ്പോൾ തൻ്റെ മാതാവ് പള്ളിക്കെട്ടിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരുക്കി വച്ചിരുന്നു. ഇത് കണ്ട കേശവപിള്ള സ്വയം കെട്ടുനിറച്ച് മകരവിളക്ക് ദർശനത്തിനായി ഏകനായി ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം യാത്ര തിരിച്ചത് ധനുമാസം 29-ാം തീയതി ആയിരുന്നു. അന്നത്തെ കാലത്ത് എല്ലാവരും കാൽനടയായി യാത്ര ചെയ്താണ് ശബരിമലയ്ക്ക് പോയിരുന്നത്. കേശവപിള്ള ശരണം വിളിച്ച് യാത്ര തുടർന്നു. യാത്രാമധ്യേ ഒരു മധ്യവയസ്കനെ സഹയാത്രികനായി കേശവപിള്ളയ്ക്ക് ലഭിച്ചു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നടന്നു. നേരം സന്ധ്യയോടടുത്തു. മാർഗമധ്യ കണ്ട ഒരു ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുത ശേഷം പോകാമെന്ന് സഹയാത്രികൻ കേശവപിള്ളയോട് പറഞ്ഞു. പക്ഷേ കേശവപിള്ള അത് സമ്മതിച്ചില്ല. തനിക്ക് എത്രയും പെട്ടെന്ന് ശബരിമലയിൽ എത്തണമെന്നും വിശ്രമിക്കാൻ സമയമില്ല എന്നും കേശവപിള്ള സഹയാത്രികനോട് പറഞ്ഞു. എന്നാൽ ഞാൻ പെട്ടെന്ന് പോയി ദർശനം നടത്തിയിട്ട് വരാമെന്ന് പറഞ്ഞ് സഹയാത്രികൻ ക്ഷേത്രത്തിനകത്തേക്ക് പോയി. ആ ഉറപ്പിന്മേൽ കേശവപിള്ള ക്ഷേത്രത്തിന് പുറത്ത് കാത്തിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കേശവപിള്ള യാത്രാക്ഷീണം കൊണ്ട് ചെറുതായൊന്ന് മയങ്ങിപ്പോയി. മയക്കത്തിനിടെ സഹയാത്രികൻ തന്നെ വിളിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. കേശവപിള്ള കണ്ണു തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം 18-ാം പടിക്ക് സമീപം അനേകായിരം ഭക്തന്മാരുടെ ഇടയിൽ നിൽക്കുന്നു. സഹയാത്രികനാകട്ടെ തൻ്റെ കയ്യിൽ പിടിച്ച് 18-ാം പടിയിലേക്ക് വലിക്കുന്നുമുണ്ട്. പിന്നെ കേശവപിള്ള ഒന്നും ചിന്തിച്ചില്ല. ഭക്തിപൂർവ്വം 18-ാം പടി ചവിട്ടി ശബരിമല സന്നിധാനത്തിലെത്തി അയ്യപ്പൻ്റെ നിറകണ്ണുകളോട് തൊഴുതു. കേശവപിള്ള സന്തോഷത്താൽ തൻ്റെ കൂടെ വന്ന സഹയാത്രികനെ തിരഞ്ഞു. കേശവപിള്ള നോക്കിയപ്പോൾ തൻ്റെ സഹയാത്രികൻ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ സമീപത്തേക്ക് വരുന്നു. അടുത്തു വന്ന സഹയാത്രികൻ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന വടിയും ഭസ്മസഞ്ചിയും ഒരു ശിലയും കേശവപിള്ളയ്ക്ക് സമ്മാനിച്ചു. കേശവപിള്ള ഒരു നിമിഷം ഒന്നും മിണ്ടാനാകാതെ നിന്നു. അതിനുശേഷം അദ്ദേഹം അവ സ്വീകരിച്ചു. കേശവപിള്ളയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് സഹയാത്രികൻ മറ്റ് അയ്യപ്പന്മാരുടെ ഇടയിലേക്ക് മറഞ്ഞു. ആ സമയം ശബരിമലയിൽ ശരണവിളികൾ ഉയർന്നു കേട്ടു. പെട്ടെന്ന് നാട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെട്ട അയ്യപ്പന്മാരെ കേശവപിള്ള കാണുകയും അവർക്ക് കേശവപിള്ളയെ കണ്ടപ്പോൾ ആശ്ചര്യം തോന്നുകയും ചെയ്തു. സന്തോഷത്തോടെ കേശവപിള്ളയെ അവരോടൊപ്പം ചേർത്ത് മകരവിളക്ക് ദർശിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. വീട്ടിലെത്തിയ ശേഷമാണ് തൻ്റെ ശബരിമല യാത്രയെക്കുറിച്ച് കേശവപിള്ള ചിന്തിച്ചത്. അന്ന് ശബരിമല സന്നിധാനത്ത് വെച്ച് തൻ്റെ സഹയാത്രികൻ നൽകിയ ഭസ്മസഞ്ചിയും വടിയും ശിലയും എന്ത് ചെയ്യണമെന്നറിയാതെ കേശവപിള്ള നന്നേ വിഷമിച്ചു. അന്ന് രാത്രിയിൽ കേശവപിള്ളയ്ക്ക് ശ്രീ അയ്യപ്പൻ സ്വപ്ന ദർശനം നൽകി. സ്വപ്ന ദർശനത്തിൽ തൻ്റെ സഹയാത്രികനായി വന്നത് അയ്യപ്പനായിരുന്നു എന്ന് കേശവപിള്ള തിരിച്ചറിഞ്ഞു. സ്വപ്നത്തിൽ ഒരു കുന്ന് ദൃശ്യമാകുകയും ആ കുന്നിൽ അയ്യപ്പൻ നൽകിയ ശില പ്രതിഷ്ഠിക്കണമെന്നും ഭസ്മസഞ്ചിയും വടിയും തറവാട്ടിൽ സൂക്ഷിക്കണമെന്നും അരുൾ ചെയ്ത് അയ്യപ്പൻ സ്വപ്നത്തിൽ നിന്നും മറഞ്ഞു. വെളുപ്പിന് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന കേശവപിള്ള സ്വപ്നത്തിൽ കണ്ട ആ കുന്ന് ലക്ഷ്യമാക്കി നടന്നു. ഒടുവിൽ ആ കുന്ന് കണ്ടെത്തുകയും ശില ആ കുന്നിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ശബരിമല ശ്രീ അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരം കേശവപിള്ള പ്രതിഷ്ഠിച്ചതാണ് ആ കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രം. വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയെങ്കിലും 1867 ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്.
ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ പകൽ 9:30 വരെയും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയുമാണ് ദർശന സമയമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഭക്തജനങ്ങളുടെ തിരക്ക് കാരണം 5 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയുമായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ, അതായത് ആക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുള്ള ദേവതകൾ എന്ന് പറയുന്നത് പ്രധാനമായും അയ്യപ്പസ്വാമിയാണ്. തുല്യ പ്രാധാന്യത്തോടു കൂടി ഭഗവതി, ഭദ്രകാളിയായിട്ട് ഭഗവതിയുണ്ട്. അതോടുകൂടി അയ്യപ്പസ്വാമിയോട് ചേർന്ന് തന്നെ ശിവൻ, ദുർഗാ ഭഗവതി, അതുപോലെ ഗണപതി എന്നീ ദേവതകളും ഭദ്രകാളിയുടെ പിൻഭാഗത്തായിട്ട് നവഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ അയ്യപ്പസ്വാമിക്ക് ത്രികാല പൂജയായിട്ടും ഭഗവതിക്ക് ഒരു നേരത്തെ പൂജയുമായിട്ടുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജ, നവഗ്രഹ ഹോമം എന്നിവ വളരെ വിശേഷമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. നവഗ്രഹ പൂജ, നവഗ്രഹ ഹോമം എന്നിവ എല്ലാ ദിവസവും നമ്മൾ നടത്തുന്നുണ്ട്. ഭക്തജനങ്ങളുടെ വരവിനനുസരിച്ച് അതിൽ അധികവും കുറവും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഗണപതിക്കും ശിവനും ദുർഗാ ഭഗവതിക്കും ഇവിടെ നടത്തുന്ന വഴിപാടുകൾ എന്ന് പറയുന്നത്, ഗണപതിക്ക് ഒറ്റയപ്പം നിവേദ്യം എല്ലാ വെള്ളിയാഴ്ചയും വളരെ വിശേഷമായിട്ട് നടക്കുന്നുണ്ട്. ശിവനും ഭഗവതിക്കും, അതായത് ദുർഗാ ഭഗവതിക്കും എല്ലാ ദിവസവും വെള്ള നിവേദ്യമാണ് നടത്തുന്നത്. പക്ഷേ അവിടെ പായസങ്ങൾ, ശിവന് പാൽപ്പായസമായിട്ടും ദുർഗാ ഭഗവതിക്ക് കടും പായസമായിട്ടും വഴിപാടുകൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരാറുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ വഴിപാടുകൾ നടത്തിപ്പോരുന്നത്. ഭഗവതിയെ സംബന്ധിച്ച്, അതായത് ഭദ്രകാളിയെ സംബന്ധിച്ച് അയ്യപ്പസ്വാമിയുടെ തുല്യ പ്രാധാന്യം എന്ന നിലയിൽ തന്നെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഭഗവതിക്ക് എല്ലാ 38 വെള്ളി ദിവസങ്ങളിലും ഗുരുതി പൂജ നമ്മൾ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടത്തുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ മഹാമംഗല്യ പൂജ നടത്തി വരുന്നുണ്ട്. വിവാഹത്തിനോട് താല്പര്യം കാണിക്കാതിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഇനി വിവാഹം അന്വേഷിച്ചിട്ട് കിട്ടാതിരിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, ഇനി അതല്ല വിവാഹം ഉറപ്പിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് മുടങ്ങിപ്പോകുന്ന വിഷയങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം പരിഹാരമായിട്ട് ഭഗവതിക്ക് ഇവിടെ മംഗല്യ പൂജ നടത്തിയിട്ട് ഫലം കിട്ടിയതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യപ്പസ്വാമിയെ സംബന്ധിച്ച് വിശേഷമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ അതേ സ്വരൂപത്തിലാണ് ഭഗവാൻ ഇവിടെയും കൂടിയിരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അത് വളരെ ലളിതമായിട്ടൊന്ന് പറയാം. ഇവിടെ വിശേഷമായിട്ട് നടക്കുന്ന 2 വഴിപാടുകളാണ് അതിന് സാക്ഷ്യം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ പ്രദേശത്തും ദൂരദേശങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രായാധിക്യം കൊണ്ടും പല ഭക്തജനങ്ങൾക്കും ശബരിമലയിലേക്ക് എത്തപ്പെടാൻ പറ്റാതിരിക്കുകയും ആ വിഷമം തീരാൻ വേണ്ടിയിട്ട് ആക്കുന്ന് അയ്യപ്പന് വന്നിട്ട് ശബരിമലയിലേക്ക് പോകുന്നത് പോലെ തന്നെ നെയ്ത്തേങ്ങ മുദ്ര നിറച്ച് ഇവിടെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് തൃപ്തി അടയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന മറ്റൊരു വഴിപാടാണ് ഭസ്മസഞ്ചിയും ദണ്ഡും സമർപ്പിക്കുക എന്നുള്ളത്. അത് ധാരാളം ജ്യോതിഷികൾ നമുക്കിങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. ഇവിടെ ആ വഴിപാട് നടത്തിയതിന് ശേഷം അവർ വീണ്ടും പോയിട്ട് പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ആ പാപങ്ങളും ദോഷങ്ങളും എല്ലാം മാറി എന്ന് കാണുന്നുണ്ട്. അപ്പം എന്തിനാണ് ഈ ഭസ്മസഞ്ചിയും ദണ്ഡും എന്നുള്ള വഴിപാട് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ സന്യാസി രൂപത്തിൽ ശബരിമലയിൽ എങ്ങനെയാണോ അയ്യപ്പസ്വാമി സന്യാസിയായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം തേച്ച് യോഗിയായിട്ട് ഇരിക്കുന്നത്, അതേ രൂപത്തിൽ ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ബ്രഹ്മത്യാപാപമോ ബ്രാഹ്മണ ശാപങ്ങളോ സ്ത്രീ ശാപങ്ങളോ അത്രയും കൊടിയ ശാപങ്ങൾ പോലും ഇവിടെ വന്ന് അയ്യപ്പസ്വാമിക്ക് ഭസ്മസഞ്ചിയും ദണ്ഡും സമർപ്പിച്ച് കഴിയുമ്പോൾ മാറുന്നതായിട്ട് കാണാനുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തോടു കൂടി ബന്ധപ്പെട്ടിട്ട് തന്നെ പുത്തനമ്പലം എന്നൊരു മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഇവിടെ നിന്നും ആ ഭഗവാൻ ഒരു കാലത്ത് മറ്റൊരു ക്ഷേത്രമാക്കി മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ആ മഹാവിഷ്ണുവിന് വേണ്ടി എല്ലാ വ്യാഴാഴ്ച ദിവസവും വിഷ്ണു പൂജ ഇവിടെ നടത്തുന്നുണ്ട്. പുത്തനമ്പലം മഹാവിഷ്ണു ധന്വന്തരി മൂർത്തിയുടെ സ്വരൂപത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മഹാവിഷ്ണുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ പത്മമിട്ട് കഴിക്കുന്ന വിഷ്ണു പൂജ രോഗങ്ങൾ മാറാനും അത്തരം അസുഖം, ശാരീരികാസ്വാസ്ഥ്യം പോലുള്ള വിഷയങ്ങൾക്ക് പരിഹാരമായിട്ട് പല രീതിയിലും ഭക്തന്മാർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മരണാസന്നമായിട്ട് കിടക്കുന്ന വ്യക്തികൾ,
അതായത് രോഗം മൂർച്ഛിച്ചോ മറ്റു കാരണങ്ങളെ കൊണ്ടോ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ യാതൊരു മാർഗവും ഇല്ല എന്നാകുമ്പോൾ അവർ എത്രയും പെട്ടെന്ന് വേദനകൾ അനുഭവിക്കാതെ മൃത്യു വരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പോംവഴിയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടും ഇനി അതല്ല ശാരീരികാശ്വാസങ്ങൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ വരിക, ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമയമില്ലാത്ത രീതിയിൽ രോഗങ്ങൾ വരിക, ഇത്തരം കാരണങ്ങൾ വരുമ്പോഴും ഇവിടെ വിഷ്ണു പൂജ കഴിച്ച് അതിൻ്റെ പ്രസാദമായിട്ടുള്ള പാൽപ്പായസം കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ 3 വിഷ്ണു പൂജയോ 7 വിഷ്ണു പൂജയോ ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഫലം കിട്ടിയിട്ടുള്ള വ്യക്തികളും വളരെ കുറവല്ല, അനവധിയായിട്ടുള്ള വ്യക്തികളുണ്ട്. ഇങ്ങനെയാണ് ആക്കുന്ന് അമ്പലത്തിൻ്റെ ഒരു ചരിത്രം നിൽക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നിന്നും വേറിട്ട് കൊണ്ട് മാംസവും മദ്യവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പൂജാരീതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ പക്ഷേ ക്ഷേത്രത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിന് പകരം മദ്യത്തിന് പകരം കരിക്കിൽ തേനൊഴിച്ചിട്ടുള്ള വഴിപാടുകളും മാംസപ്രതീകമായിട്ട് ഉഴുന്നുവടയുമായിട്ടുള്ള നിവേദ്യം നമ്മൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. എല്ലാ മാസത്തിലെയും 30 ശനിയാഴ്ച ദിവസമാണ് അവിടെ വഴിപാട് നടത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഖണ്ഡാകർണൻ എന്ന് പറയുന്ന ദേവതയ്ക്ക് കരിക്കും ഉഴുന്നുവടയും നിവേദ്യം കഴിക്കുന്നത് ഏറ്റവും അധികവും നടത്തുന്നത് നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ അറിയാതെ കളഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ മോഷണം നടന്നു പോയിട്ടുള്ള വസ്തുക്കളായിരിക്കാം. ഇതെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഖണ്ഡാകർണനും ഉഴുന്നുവട നിവേദ്യങ്ങളും ആഭിചാരദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൂടോത്രം വഴിയോ അല്ലെങ്കിൽ ആഭിചാരം വഴിയോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് ചാമുണ്ടിക്ക് ഇതുപോലെ കരിക്കും ഉഴുന്നുവടയും നിവേദ്യം ഇവിടെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഒരു നിത്യനിധാനത്തിൽപ്പെടുന്ന കർമ്മങ്ങളായിട്ടുള്ളത്. കേശവപിള്ളിക്ക് ശ്രീ അയ്യപ്പൻ നേരിട്ട് നൽകിയ ഭസ്മസഞ്ചിയും വടിയും ഇന്നും അമ്പാട്ട് കുടുംബത്തിലെ മാളികയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അമ്പാട്ട് മാളികയിലെ 3ാമത്തെ നിലയിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്താണ് ഭസ്മസഞ്ചിയും വടിയും സൂക്ഷിച്ചിരിക്കുന്നത്. അമ്പാടത്ത് മാളികയിലെ ക്ഷേത്രത്തിൽ നവഗ്രഹ പ്രതിഷ്ഠയും ദുർഗാദേവി, ഗണപതി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. അമ്പാടത്ത് മാളികയിലെ താഴത്തെ നിലയിലെ ശ്രീകോവിലിൽ അയ്യപ്പൻ്റെ ഗോളകയും മറ്റ് അനുബന്ധ സാധനങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു. മാളികയുടെ 3ാം നിലയിലാണ് ഭസ്മസഞ്ചിയും വടിയും സൂക്ഷിച്ചിരിക്കുന്ന ശ്രീ അയ്യപ്പൻ്റെ ശ്രീകോവിൽ. ഈ അയ്യപ്പ ശ്രീകോവിലിൻ്റെ നട ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ നട തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമേ തുറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ മണ്ഡലകാലത്തും മറ്റു വിശേഷ ദിവസങ്ങളിലും അമ്പാടത്ത് മാളികയിലെ ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തജനങ്ങളും അയ്യപ്പന്മാരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും ആ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരാറുണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ആക്കുന്നിൽ ധർമ്മശാസ്താവേ ശരണമയ്യപ്പ സ്വാമി ശരണം. ഞാൻ പ്രദീപ് ആർ മേനോൻ, അമ്പാടത്തെ കുടുംബത്തിലെ അംഗമാണ്. ഇപ്പോൾ ഈ ആക്കുന്നമ്പലം യഥാർത്ഥത്തിൽ കുടുംബക്ഷേത്രമാണ്. ഇപ്പോൾ പക്ഷേ കാലക്രമേണ അമ്പാടത്തെ കുടുംബത്തിലെ ഓരോരുത്തന്മാരെയുണ്ട്. ഇപ്പോൾ ഈ നാട്ടുകാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇപ്പോൾ നല്ല രീതിയിൽ അത് കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ആലങ്ങാട് യോഗത്തിൻ്റെ പെരിയ സ്ഥാനം ഈ അമ്പാടത്തെ ഏറ്റവും മൂത്ത ആണ് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇത് കഴിയുമ്പോൾ അവർക്ക് പറ്റാത്തപ്പോൾ അടുത്ത ആളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളായിരിക്കും അതിൻ്റെ പെരിയ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അവിടെ താമസിക്കാനും വിരി വയ്ക്കാനും ഉള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ആയാലും ഞങ്ങൾ ആക്കുന്നമ്പലത്തിലായാലും ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അയ്യപ്പന്മാർ വന്ന് ഇവിടെ താമസിച്ചിട്ട് ആ 41 ആകുമ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്നു ചെയ്യുന്നുണ്ട്. ആലങ്ങാട് യോഗത്തിൻ്റെ മൂലക്ഷേത്രമാണ് ഈ പറഞ്ഞ പോലെ ആക്കുന്ന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ നിന്നാണ് എല്ലാവർക്കും, അത് ആക്കുന്ന ഇവിടെ ഉള്ളവർക്കല്ല, ബാക്കി ആർക്കും അറിഞ്ഞൂടാ. ഇതാണ് ആലങ്ങാട് യോഗത്തിൻ്റെ മൂലക്ഷേത്രം. ഇവിടെ നിന്ന് തൊഴുത് പോകുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടാം. അതുപോലെ മാളികയും തൊഴുത് പോകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും അവർക്ക് തടസ്സം കൊണ്ട് പല നല്ല അനുഭവങ്ങളും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആക്കുന്ന് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ മണ്ണിനടിയിൽ നിന്നും ഒരു ദേവി വിഗ്രഹം കണ്ടെത്തുകയുണ്ടായി. ആ വിഗ്രഹമാണ് ഇവിടെ ഭദ്രകാളി പ്രതിഷ്ഠയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാലാന്തരത്തിൽ മണ്ണിനടിയിൽ ആണ്ടുപോയ ഈ വിഗ്രഹം മുൻകാലങ്ങളിൽ ഈ കുന്നിൻ മുകളിൽ താമസിച്ചിരുന്നവർ ആരാധിച്ചു പോന്നിരുന്നതാണ് എന്നാണ് കരുതപ്പെടുന്നത്. അയ്യപ്പൻ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ദേവി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദേവിക്ക് ചൈതന്യം വളരെ കൂടുതലാണ്. ചൊവ്വാവെള്ളി ദിവസങ്ങളിൽ ഈ ഭദ്രകാളി ദേവിയുടെ നടയിലെത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നുള്ളതും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതും തീർച്ചയാണ്.
മകരച്ചുവ ദിനത്തിലും ഭരണി നക്ഷത്രത്തിലും ഭദ്രകാളിയമ്മയെ ദർശനം ചെയ്ത് യഥാശക്തി വഴിപാട് നൽകി പ്രാർത്ഥിച്ചാൽ നിങ്ങളെ ആഭിചാര ദോഷങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ഈ ആക്കുന്നത്ത് ഭദ്രകാളിയമ്മ സംരക്ഷിക്കും എന്നുള്ളതും തീർച്ചയാണ്. ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും നിലനിൽക്കുന്നതിനാൽ 2013 ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്കേ മൂലഭാഗത്ത് നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. ഈ നവഗ്രഹങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ കൽപ്പിച്ചു വരുന്നത്. ശനിയാഴ്ച ദിവസം ഈ നവഗ്രഹത്തറയിൽ 9 പ്രദക്ഷിണം വെച്ച് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് ഈ നവഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഗ്രഹനില ദോഷങ്ങൾ അകലുകയും യുവതി യുവാക്കൾക്ക് മാംഗല്യഭാഗ്യവും നിങ്ങളുടെ കുടുംബജീവിതം ആനന്ദപൂർണ്ണമാവുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നവഗ്രഹ പൂജയും നവഗ്രഹ ഹോമവും നടത്തി വരുന്നു. ഈ നവഗ്രഹ പൂജയിലും ഹോമത്തിലും പങ്കെടുത്ത് നവഗ്രഹങ്ങളെ ദർശിക്കുന്നത് അത്യുത്തമമാണ്. സ്വാമിയെ ശരണമയ്യപ്പ. ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ മുമ്പിൽ അപേക്ഷിച്ചതിൻ്റെ പേരിൽ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ ഭഗവാന്റെ ഉണ്ടായിട്ടുണ്ട്. മനസ്സ് വിഷമിച്ച് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വന്ന് നിന്ന് ചോദിച്ചാൽ ഒരിക്കലും അതിൻ്റെ പേരിൽ ആ കാര്യം നടക്കാതെ നമുക്ക് വന്നിട്ടില്ല. ഒരുപാട് നമ്മുടെ മനസ്സ് ഒത്തിരി തകർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ നടക്കെ വന്ന് നിന്ന് തൊഴുതിട്ട് ഭഗവാനെ ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ച അവസരത്തിൽ ഒട്ടും വൈകാതെ തന്നെ അതിനെല്ലാം ഒരു പരിഹാരം കാണാൻ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അമ്മയുടെ നടക്കെ നിന്ന് പ്രാർത്ഥിച്ചാലും നമ്മൾ യഥാവിധി കഴിയുന്ന വഴിപാടുകളെല്ലാം ചെയ്ത് അമ്മയും ഭഗവാനെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്കും ഈ പരിസരത്തുള്ള ഒരാൾക്കും സങ്കടപ്പെടാനായിട്ട് ഒരുപാട് പണമോ അല്ലെങ്കിൽ കോടികളോ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടല്ല, പക്ഷെ ഞങ്ങൾക്ക് ഈ പരിസരത്തുള്ളവർക്കെല്ലാം മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്ന് കിട്ടിയിട്ടുണ്ട്. അത് നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തി എല്ലാം ഒരു പരിധിക്ക് പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങി വന്ന സ്ഥിതിക്കാണ് ഞങ്ങൾക്കെല്ലാം ഈ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇവിടെ നടക്കാൻ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്കെല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും നടക്കാതെ പോയി എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിട്ടില്ല. എല്ലാവരും ഈ ഭഗവാന്റെ അടുത്ത് വരണം, ദേവിയെ കാണണം. നമ്മളാൽ കഴിയുന്ന വഴിപാടുകളെല്ലാം ചെയ്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഒരിക്കലും ഭഗവാനും അമ്മയും നമ്മൾ ഉപേക്ഷിക്കില്ല എന്നുള്ള വിശ്വാസക്കാരിയാണ് ഞാൻ. ഞങ്ങൾക്ക് ഇവിടെ വന്ന പിന്നെ ഈ അമ്പലത്തിൽ വന്ന പിന്നെ പല അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോളുടെ കൊച്ച് 2021 അവൾക്കൊരു അസുഖം വന്ന് ഛർദിലായിരുന്നു. ഭയങ്കരമായിട്ട് ഛർദിലും ശ്വാസം കിട്ടാണ്ടായി. പിന്നെ ഞങ്ങൾ ഇവിടെ 2-3 ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടെയൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ലൂർദിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെന്നപ്പോൾ 15 ദിവസം ഇതിൽ കിടന്നു, ICUയിൽ കിടന്നു, അല്ല വെന്റിലേറ്ററിൽ കിടന്നു. അപ്പോൾ ഒരു കുറവില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ട് മോനെ, എന്നാന്ന് വെച്ചപ്പോൾ പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യേ, ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കാൻ പറഞ്ഞു തിരുമേനിയോട്. അപ്പം ഞാനിവിടെ നീന, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഇവിടുത്തെ വർക്ക് ചെയ്യണമാണ്. അപ്പം ഞാൻ നീനനെ വിളിച്ചു പറഞ്ഞു, നീന സ്വാമി തിരുമേനിയോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. അപ്പം നീനക്കറിയാം എൻ്റെ കൊച്ചിൻ്റെ നാളും പേരൊക്കെ. അപ്പം നീന പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരുമേനി നോക്കി വെച്ച് പറഞ്ഞു, രാഗൂർദശയാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അത്രയ്ക്കും സീരിയസ് ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് വഴിപാടുകൾ കഴിക്കുക. അപ്പോൾ കൊച്ചിൻ്റെ വീട് നെല്ലാടാ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അന്നേരം വേണ്ട വഴിപാടുകളൊക്കെ കഴിച്ചു. തിരുമേനി പറഞ്ഞു അവിടെ പോയി ഇന്ന വഴിപാടുകളൊക്കെ കഴിക്കുക, 4 ദിവസം കഴിയുമ്പോൾ കൊച്ചിന് അനക്കം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, അതല്ലെങ്കിൽ പോക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ അയ്യപ്പ സ്വാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ വഴിപാടൊക്കെ കഴിച്ചു. 17-ാമത്തെ ദിവസം കൊച്ചിക്ക് കണ്ണൂർന്നു. അങ്ങനെ അത് രക്ഷപ്പെട്ടു. ഒന്നും ഇവിടെ ഞങ്ങൾ വഴിപാട് കഴിച്ചു. അവിടെ കൊണ്ടുപോയി വഴിപാടുകളെല്ലാം കഴിച്ചു. സുഖമായിട്ടിരിക്കണം. ഇപ്പം അതൊരു കുഴപ്പമില്ലാണ്ട്. കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരൊക്കെ കൈ ഒഴിഞ്ഞതാണ്. അവസാനം ഇവിടങ്ങളുള്ളവരെല്ലാവരും കാണാനായിട്ട് വന്നതാണ് വണ്ടി വിളിച്ച്. ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം. ഞാൻ 52 വർഷമായിട്ട് ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് താമസിക്കുകയാണ്. എനിക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ബാല്യകാലം മുതൽ ഈ പ്രായം വരെ ഒരുപാട് അനുഭവങ്ങൾ മറക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വാമി അയ്യപ്പൻ നേരിട്ട് വന്ന് അനുഗ്രഹിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തിരുത്സവ കാലത്ത് ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞ എൻ്റെ ഭർത്താവ് ഉത്സവത്തിന് കൊടി കയറിയ നാളിലാണ് അഡ്മിഷൻ ആവുന്നത് ഹോസ്പിറ്റലിൽ.
എന്നാൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് അയ്യപ്പനെ മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്സവത്തിന് ഭഗവാൻ ആനപ്പുറത്ത് കയറുമ്പോൾ എല്ലാ അസുഖവും പൂർണ്ണമായി ഭർത്താവിൻ്റെ കൂടെ ഈ ക്ഷേത്രാങ്കണത്തിൽ എനിക്ക് എത്തിച്ചേരുവാനും ഉത്സവത്തിൻ്റെ ഭഗവാന്റെ ആറാട്ട് പറ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിറയ്ക്കാനും സാധിച്ചു. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അയ്യപ്പൻ എനിക്ക് നേരിട്ട് ദർശനം തന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ട് അതേപോലെ ഒരു അനുഭവമാണ് 2015 നടന്ന അയ്യപ്പ സത്രത്തിലേക്ക് എവിടെ നിന്നോ ഒരു സ്വാമി വരികയുണ്ടായി. ഞാൻ ആ സ്വാമിയെ ക്ഷേത്ര ഭാരവാഹികൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് വരികയാണെന്നും എനിക്ക് മഹാസത്രത്തിൻ്റെ വിവരം അറിഞ്ഞു വന്നതാണ്, പങ്കെടുക്കണമെന്നും പറഞ്ഞു. ക്ഷേത്ര ഭാരവാഹികളും മാതൃസംഘ ഭാരവാഹികളും യുവജന സമിതിയും ആദരവോടെ ആ സ്വാമിയെ എതിരേറ്റ് ക്ഷേത്രാങ്കണത്തിൽ കൊട്ടാരത്തിൽ വിശ്രമിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങളോടെല്ലാം ഒപ്പം ഇരുന്ന് ഈ ക്ഷേത്രത്തിന് വളരെ പുരോഗതി ഉണ്ടാവുമെന്നും നിങ്ങൾ ഉദ്ദിഷ്ട കാര്യമെല്ലാം സാധിക്കുമെന്നും സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ പാദസ്പർശനം കൊണ്ട് പുണ്യഭൂമിയായ ഈ ആക്കുന്നിൽ ഇനിയും സ്വാമിയുടെ പല കാര്യങ്ങളും നടക്കാനുണ്ടെന്നും എല്ലാം പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോയ സ്വാമിയെ പുലർച്ചെ നേരം വെളുത്ത് ഞങ്ങൾ എല്ലായിടത്തും തിരിഞ്ഞെങ്കിലും സ്വാമിയെ കണ്ടില്ല. സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവ് തന്നെ സത്രം നടക്കുന്ന പുണ്യഭൂമിയിലേക്ക് വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ശബരിമലയ്ക്ക് യാത്രയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ഒക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ ഈ മണ്ഡലമാസ കാലത്ത് 41 ഉള്ള വിളക്കാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഒരു ക്ഷേത്രോത്സവം എന്ന് വേണ്ടി പറയാം. മണ്ഡല വിളക്ക് മഹോത്സവം 41 അയ്യപ്പൻ വിളക്ക്. ഒരിക്കൽ ഒരു മണ്ഡലകാലത്ത് മഴ പെയ്ത് ഈ തിരുമുറ്റമൊക്കെ പുല്ലൊക്കെ മേഞ്ഞിങ്ങനെ കിടക്കുകയാണ്. രാവിലെ തിരുമേനി മാത്രം വന്ന് നട തുറന്ന് പൂജ നടത്തി പോകുന്ന അവസ്ഥയായിരുന്നു. ഒരു ദിവസം തിരുമേനി വന്നപ്പോൾ ഇവിടെയൊക്കെ ഈ തിരുമുറ്റത്തിൻ്റെ അവിടെ വലിയ നഖം കൊണ്ട് മണ്ണ് മാന്തി ഇട്ടണ പോലെ ഒരു അത്യപൂർവമായ ഒരു കാഴ്ച കാണാണ്. പുലിക്കൂട്ടം വന്നിറങ്ങിയിട്ട് മണ്ണ് മാന്തിയ പോലെ ഈ 4 നടക്കയും, ഈ തെക്കേ നടക്ക, പടിഞ്ഞാറ് നടക്ക, വടക്കേ നടക്ക, കിഴക്ക് മറ്റത്ത് ഈ കൊടിമരത്തിൻ്റെ തൊട്ടപ്പുറം അങ്ങനെ ഒത്തിരി മണ്ണിങ്ങനെ മാന്തിയിട്ടാണ് പോലെയുള്ള കാഴ്ചകൾ ഞങ്ങൾ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. അത് വലിയൊരു അത്ഭുതമായിരുന്നു. അപ്പം അങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് വളരെയധികം അടുത്ത് അനുഭവങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ആക്കുന്ന് ക്ഷേത്രം. ഇവിടുത്തെ അയ്യപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ പ്രത്യക്ഷ ദേവനാണ്. നമ്മൾ എന്തൊരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അയ്യപ്പനെ വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയാൽ ഞൊടിയിടയിൽ സാധിച്ചു തരും. അതാണ് ഈ അയ്യപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പണ്ട് ഞാൻ ഒരു കൊടിമരം, അടയ്ക്കാമരത്തിൻ്റെ കൊടിമരം ചെത്തി ഇതിൻ്റെ പണിക്ക് വന്നതാണ്. പിന്നെ കുറേ പണികൾ നമുക്ക് ചെയ്ത് കാലങ്ങളെ കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പണിയും ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഇപ്പോൾ 2024 വന്നപ്പോഴേക്കും നമുക്ക് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു ശ്രീകോവിലിൻ്റെ പണി നമ്മുടെ നേതൃത്വത്തിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ കടാക്ഷമായിട്ട് ഞാൻ കരുതുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടും. നമുക്ക് അനുഭവമുണ്ട്. ഇപ്പം 5 വർഷമായി ഞാൻ അസുഖമായിട്ട്. ഇപ്പോഴിന്ന് ഒരു ഛർദി വന്നു. ഛർദിച്ചായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ലിസി ഹോസ്പിറ്റലിൽ കയ്യിൽ 2 കുപ്പി ഗ്ലൂക്കോസ് കയറ്റി ഇട്ടേക്കാണ്. അങ്ങനെ കണ്ണു തുറന്ന് അവിടെ നിന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങ് പോന്നു. സ്വാമീനെ വിചാരിച്ച് പോന്ന് വീണ്ടും ഉണ്ടായി. വീണ്ടും ഇടാതെ വീണ്ടും ഇതുപോലെ ഛർദി വന്നു. അപ്പോൾ അവർ പറയുന്ന സോഡിയം കുറഞ്ഞിട്ടാണ്. എനിക്ക് ഓർമ്മയില്ല. അസുഖം വരുമ്പോൾ യാതൊന്നും അറിയില്ല. കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ്. അങ്ങനെയൊക്കെ സ്വാമിയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ട് എനിക്കില്ലാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം എനിക്ക് പയ്യെ നടക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വേപ്പുണ്ട്. അതും അന്നും സ്വാമിയുടെ ഗുണം കൊണ്ടാണ് നടക്കണേ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സ്വാമിയുടെ ദേവിയുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് നടക്കണേ. ഞാൻ ഈ ആക്കുന്ന് ശ്രീധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. വിളിച്ചാൽ വെളിയേക്കണ സ്വാമിയും ദേവിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് കാലുവേദനയൊക്കെ കാരണം ഞാൻ ഒട്ടും നടക്കാൻ മേലാത്ത ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഭഗവാനോട് വിളിച്ചും പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഇപ്പോൾ എനിക്ക് എണീറ്റ് നടക്കാൻ തന്നെയുള്ള ഒരു ഇത് വന്നേക്കണത്. അതുപോലെ നമ്മൾ എന്ത് വിഷമത്തിലൊക്കെ ആയിരിക്കും, ഒരുപാട് മാനസിക പ്രയാസത്തിൽ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ വളരെ റിലാക്സ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു കല്യാണമൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ഭഗവാനോട് പറയും, ദൈവം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തന്നേക്കണേന്ന് പറയും. നമ്മൾ ആഗ്രഹിക്കണേലും നന്നായിട്ട് അത് നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിലെ ഒരു ജീവനക്കാരി ആണ്. അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്.
ഞാൻ രാവിലെ 4 മണിക്ക് തന്നെ ഇവിടെ വന്ന് എല്ലാം അടിച്ചു തളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ മക്കളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാറ്റി തന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ആക്കുന്ന ധർമ്മശാസ്താവിൻ്റെ അരികിൽ കിടക്കുന്ന ഒരാൾ വ്യക്തിയാണ്, ഒരു ഭക്തനാണ് ഞാൻ. കാലാന്തരങ്ങളായി ക്ഷേത്രസമിതിയിലും അംഗമാണ്. ക്ഷേത്രസംബന്ധമായി എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളിലും ഞാൻ അംഗമായി. എൻ്റെ ജീവിതശൈലി ആകെ സങ്കടങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാലാന്തരങ്ങൾ കണ്ട് എനിക്കൊരു ജോലിയായി, എൻ്റെ മക്കൾക്കൊരു ജോലിയായി. എനിക്ക് ഇന്ന് ഭഗവാൻ കനിഞ്ഞു വരുന്ന ജീവിത ചൈതന്യം ഇതോടെ ആനന്ദത്തോടെ ഞാൻ കഴിഞ്ഞുകൂടുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ വളരെ വർഷങ്ങളായിട്ട് ക്ഷേത്ര സേവാ സമിതിയിൽ അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. ഓരോ ദിനം തോറും ഭക്തജന തിരക്ക് ഇവിടെ കൂടി വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ സിനിമാ മേഖലയിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് തൊഴുത് അവർ ഇപ്പോൾ നല്ല നിലയിൽ ആവുകയും ചെയ്തിട്ടുണ്ട്. ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കിടെ പ്രധാന ശ്രീകോവിലിൻ്റെ മേൽക്കുരയിൽ നിന്നും ഒരു വാൾ ലഭിക്കുകയുണ്ടായി. പുരാതനമായ ഈ വാൾ ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വരുന്നു. ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ ഉത്രനാളിലാണ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഉത്രനാളിൽ ആറാട്ടോടെയാണ് സമാപിക്കുന്നത്. ആറാട്ട് സമയത്ത് ക്ഷേത്രക്കുളത്തിന് മുകളിൽ ആകാശത്ത് 3 ശ്രീകൃഷ്ണ പരുന്തുകൾ വട്ടമിട്ട് പറക്കും. ഈ 3 പരുന്തുകൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണെന്നാണ് വിശ്വാസം. അതേ സമയത്ത് ആകാശത്ത് ഒരു നക്ഷത്രം തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ച എല്ലാവരിലും അത്ഭുതം ഉളവാക്കുന്നതാണ്. ഈ അത്ഭുത കാഴ്ചകൾ കാണുന്നതിനും ആറാട്ട് ദർശിക്കുന്നതിനുമായി നിരവധി ഭക്തജനങ്ങളാണ് അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. 2002 ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സേവാ സമിതിയുടെ പ്രസിഡൻ്റായിട്ട് ഞാൻ ചാർജ് ഏറ്റെടുത്തു. ആ സമയത്ത് ഈ ക്ഷേത്രത്തിന് ഒരു ജീർണ അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ക്ഷേത്ര സേവാ സമിതിയുടെയും മാതൃസംഘത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും എല്ലാം സഹായത്തോടു കൂടി ക്ഷേത്രത്തിൻ്റെ ഓരോ പുരോഗതിയിലേക്കുള്ള പടവുകൾ നമ്മൾ മുന്നോട്ട് കയറി വന്നു. 2008 ഈ ക്ഷേത്രത്തിന് ഒരു വഴിപാട് കൗണ്ടർ ഇല്ലായിരുന്നു. അത് താൽക്കാലികമായിട്ടൊരു വഴിപാട് കൗണ്ടറായിരുന്നു. ക്ഷേത്രത്തിൽ ഒരു വഴിപാട് കൗണ്ടറിൻ്റെ ആവശ്യം പൊതുയോഗത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുകയും അതിൻ്റെ ഫലമായിട്ട് ഈ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിൻ്റെ ആധാരശില ഇട്ടത് ശബരിമല ക്ഷേത്രം തന്ത്രിയായിരുന്ന ബ്രഹ്മശ്രീ കണ്ഠരരു മഹേശ്വരരു അവർകളായിരുന്നു ക്ഷേത്രത്തിൻ്റെ കൗണ്ടറിൻ്റെ ആധാരശില ഇടുകയും 2009 അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും തന്ത്രി അദ്ദേഹം ആയിരുന്നു. ആ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഇനിയും പുരോഗതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കിനി അത്യാവശ്യമായിട്ട് വരേണ്ടത് ഒരു കൊടിമരമാണ്. അപ്പോൾ അതിനുള്ള പണികൾക്കായിട്ട് അദ്ദേഹം മാന്നാർ അനന്തന ആചാര്യയെ ഏൽപ്പിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ പണി തീരുന്ന മറയ്ക്ക് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭഗവാന്റെ വാഹനമായിട്ടുള്ള അശ്വത്തെ അദ്ദേഹം ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് നമ്മളൊരു ദേവപ്രശ്നം ക്ഷേത്രത്തിൽ നടത്തി. ആ ദേവപ്രശ്നത്തിൽ കണ്ടത് നവഗ്രഹങ്ങളുടെ ഒരു സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉള്ളതായിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ ഒരു നവഗ്രഹ ക്ഷേത്രം കൂടി പ്രതിഷ്ഠ നമ്മൾ നടത്തി. അതേ വർഷം തന്നെ ക്ഷേത്രത്തിൽ വന്ന ഒരു ഭക്തൻ മാണിക്യമംഗലത്തുള്ള ചെറുപുള്ളി വീട്ടിൽ സുബ്രഹ്മണ്യൻ ചേട്ടനും കുടുംബവും ഈ ക്ഷേത്രത്തിൽ ഒരു അന്നദാന മണ്ഡപത്തിൻ്റെ സമർപ്പണം, അതിൻ്റെ പണികൾക്കുള്ള ഒരു ആരംഭഘട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കല്ല സാമ്പത്തികമായിട്ടുള്ള സഹായം അദ്ദേഹം കുടുംബവും നൽകി. തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ക്ഷേത്ര സേവാ സമിതിയും മാതൃ സമിതിയും പിന്നെ മറ്റുള്ള ഭക്തജനങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി നമ്മൾ ഒരു 3-4 വർഷങ്ങൾ കൊണ്ട് അത് ഏകദേശം ടൈൽ ഇടുന്ന ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തികളും നമ്മൾ നടത്തി. ഭക്തജനങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപമായിട്ട് നമുക്കിത് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ച് വരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ട് തന്നെയുള്ള കമലാക്ഷി മൂനാടൻ എന്നൊരു ചേച്ചി താമസിച്ചിരുന്നു. ആ ചേച്ചി പ്രായാധിക്യത്തിൽ ചേച്ചിയുടെ സംരക്ഷണം ക്ഷേത്ര സേവാ സമിതി ഏറ്റെടുക്കുകയും ചേച്ചി മരിക്കുന്നതിന് മുമ്പായിട്ട് ആ ചേച്ചിയുടെ സ്ഥലവും വീടും ആക്കുന്ന് ക്ഷേത്ര സേവാ സമിതിക്ക് ഇഷ്ടദാനമായി നൽകുകയും ചെയ്തു. ആ സ്ഥലം ആ വീടും സ്ഥലവും ഞങ്ങൾ പുനർനിർമ്മാണമൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോൾ മേൽശാന്തിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്. 2007 ഈ ക്ഷേത്രത്തിൽ ഏകദേശം ഒരു 50 വർഷത്തോളം മുടങ്ങിക്കിടന്ന തിരുവുത്സവം, 6 ദിവസത്തെ ആനപ്പൂരത്തോടു കൂടിയുള്ള തിരുവുത്സവം, അത് ക്ഷേത്ര സേവാ സമിതി ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണത്താൽ നമുക്ക് ഈ 6 ദിവസത്തെ ഉത്സവം പൂരത്തിന് 3 ആനയുടെയും ആറാട്ടിന് 1 ആനയുടെയും താലഘോഷയാത്രയുടെ സഹായത്തോടു കൂടി നമ്മൾക്ക്
ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. ക്ഷേത്ര വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2024 ദേവപ്രശ്ന പ്രകാരം ആക്കുന്ന ശ്രീ ധർമ്മശാസ്താവിനോളം തുല്യ പ്രാധാന്യമുള്ള ഭദ്രകാളിക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കണം എന്ന ഒരു ആഗ്രഹം നമ്മൾക്ക് കമ്മിറ്റിക്ക് ഉണ്ടാകുകയും ആ ആഗ്രഹപ്രകാരം അതിനുള്ള പണികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2024-25 വർഷത്തെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഭഗവതിയുടെ ശ്രീകോവിൽ പണി ചെമ്പോല പണിത് നമുക്ക് തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നടന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം ഉണ്ടായിരുന്നു. ഭാവിയിൽ നടക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾക്കും ഭക്തജനങ്ങളുടെ തുടർന്നുള്ള സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ക്ഷേത്രസഭാ സമിതിയുടെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. സ്വാമി ശരണം. സ്വാമി ശരണമയ്യപ്പ. മഞ്ഞപ്ര ആക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 2024 ഇപ്പം നമ്മുടെ ദേവിയുടെ ശ്രീകോവിൽ ക്ഷേത്രപ്രശ്ന വിധിപ്രകാരം അതിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മരപ്പണി, നമ്മുടെ മേൽക്കൂര പണി ഏകദേശം തീരാറായിട്ടുണ്ട്. അടുത്ത ചെമ്പോലയുടെ വർക്കുകളാണ്. ഇതിനെല്ലാം നമ്മുടെ ഫണ്ടിൻ്റെ ചെറിയ പോരായ്മകളുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായത്തോടു കൂടി. ഇത് കഴിഞ്ഞ് നമ്മുടെ ഭഗവാന്റെ ചുറ്റമ്പലത്തിൻ്റെ വാതിലുകളും ജനലുകളും ഒക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും അതിൻ്റേതായ ഈ ആക്കുന്ന ശ്രീ ധർമ്മശാസ്താവിനെ കണ്ട് ഭഗവാന്റെ ചൈതന്യം അറിഞ്ഞ് ആക്കുന്ന ശ്രീ ധർമ്മശാസ്താവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വാമി ശരണം. വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം, അതായത് പൂജ പോലും നടത്താൻ ബുദ്ധിമുട്ടായി കിടന്ന ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രസേവാ സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോവുകയും അതിൻ്റെ ഫലമായി ക്ഷേത്രത്തിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയും ഉണ്ടായി. ഒട്ടനവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ഭഗവാനെ അയ്യപ്പനെ, ശബരിമല ധർമ്മശാസ്താവിൻ്റെ ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അയ്യപ്പനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. നീരാഞ്ജനം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ശനിദോഷ പരിഹാരത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രത്തിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പന്തള രാജാവിൻ്റെ വളർത്തുമകനായി നമ്മുടെ കേരളത്തിൽ മനുഷ്യനായി അവതരിച്ച മഹാചൈതന്യമാണ് ശ്രീ അയ്യപ്പൻ. യോഗിയും ബ്രഹ്മചാരിയുമായിരുന്ന അയ്യപ്പനാൽ ശുദ്ധീകരിക്കപ്പെട്ടവർ ഏറെയാണ്. ഈ ക്ഷേത്രത്തിൽ അയ്യപ്പനൊപ്പം പ്രാധാന്യമുള്ള ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹവും നമ്മുടെ ഗ്രഹദോഷങ്ങൾ അകറ്റുന്ന നവഗ്രഹങ്ങളുടെ അനുഗ്രഹവും മഹാദേവൻ്റെയും ദുർഗയുടെയും മഹാഗണപതിയുടെയും രക്ഷസിൻ്റെയും ചാമുണ്ടിയുടെയും ഖണ്ഡാകർണൻ്റെയും അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഇവിടെ നിന്നും യാത്ര തുടരുന്നു. നിലവിളക്ക് മൾട്ടി സോട്ടക്സ് റൈസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി